നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിനെ പറ്റിയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിനെയൊക്കെ പറ്റിയുള്ളൊരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്ന ആ ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും ലൈഫിലേക്ക് വലിച്ചു വയ്ക്കാതിരിക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക എന്നതാണ്. കൃത്യമായിട്ടുള്ള റീഡിംഗ് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. കാർഡ്സ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴ നടക്കുവാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഏത് ഭഗവാന്റെ, ഏത് ഗോഡിൻ്റെ പ്രൊട്ടക്ഷനാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇനി കാർഡ്സ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 5 of Wands ആണ്. 2 of Pentacles, Judgment, Death card, 8 of Pentacles, Ace of Swords, 9 of Cups, the Chariot, the Emperor. ബോട്ടം ഓഫ് ദ ഡെക്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഡെവിൾ കാർഡും ദ ടവർ കാർഡും ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് രാധാദേവിയുടെ ബ്ലെസ്സിങ്സ് ആണ്. അത് നമുക്ക് അവസാനം എന്താണെന്ന് നോക്കാം. ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം അഡിക്ഷൻ ആണ് എന്നതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നിരന്തരമുണ്ടായ ഓരോ വഴക്ക് കാരണം ആ വ്യക്തി മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ വഴക്ക് കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനാണ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു വ്യക്തി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ കൊണ്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരാൻ വേണ്ടി ആ വ്യക്തിയുടെ മാക്സിമം എഫേർട്ടും ഇടുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ വഴക്കിടുമ്പോൾ ആ വ്യക്തിയോട് എന്തൊക്കെ കാര്യങ്ങളാണോ ദേഷ്യപ്പെട്ട് പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വഴക്കിടുമ്പോഴത്തേക്ക് നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലാണ് അത് കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. എന്തൊക്കെ തന്നെ ചെയ്താലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ തന്നെ വേണമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളില്ലാതെ ഉള്ള ഒരു ലൈഫ് ആ വ്യക്തിക്ക് മരണതുല്യമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ശരിക്കും പ്രാർത്ഥിക്കുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളോടും യൂണിവേഴ്സിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ചിന്തിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്സ് ആണ് ഇടുന്നതെന്നും നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തന്നെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകളാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും ദേഷ്യം കൊണ്ട് ആ വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും പറയുന്ന വാക്കുകളാണെങ്കിലും ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണ് എന്നും അങ്ങനെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ വ്യക്തിക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും വാക്കുകളാണെങ്കിലും പറയുകയോ ചെയ്യാവൂ. അടുത്തതായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഉപദേശം: ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ തന്നതിന് യൂണിവേഴ്സിനോട് നന്ദി പറയണം. ആ വ്യക്തിയോട് നന്ദി പറയണം. നിങ്ങൾ തുറന്ന് നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് എന്നും നന്ദിയുള്ളവനായിരിക്കണം എന്നാണ്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാണെങ്കിലും അല്ലാതെ പറയുകയാണെങ്കിലും, ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവാനും സന്തോഷം നിറഞ്ഞതാവാനും ഒരുപാട് സ്നേഹം നിറഞ്ഞതാവാനും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പറ്റും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഉപദേശം: ഇത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ കുറെ കൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നതാണ്. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ വഴക്ക് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ വഴക്കുണ്ടാകുമ്പോൾ ഒരിക്കലും ആ വഴക്കിനെ ആളിക്കത്തിക്കുവാനല്ല ശ്രമിക്കേണ്ടത്. പക്വതയോടെ ചിന്തിച്ചുകൊണ്ട് മാത്രം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, അത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾ വഴക്കിടുന്ന ആ വ്യക്തി മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എഫേർട്ട് ഇടുന്നു, അത് ഒരിക്കലും ശരിയായ കാര്യമല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറെ കൂടി റെസ്പോൺസിബിൾ ആകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അത് സോൾവ് ചെയ്യാനും പഴയതുപോലെ ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയി ആ ഒരു റിലേഷൻഷിപ്പിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും കടമയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിയാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയാണ് നിങ്ങളോട് എപ്പോഴും വന്ന് സോറി പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക: ആ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇതുപോലെയുള്ള സിറ്റുവേഷൻസ്, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് പോയിട്ട് ക്ഷമ ചോദിക്കുക. അത് നിങ്ങളുടെ തെറ്റാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ അങ്ങോട്ട് പോയി ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് പോയി ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം ദൃഢത ഉണ്ടാവുകയും വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവുകയും ചെയ്യുമെന്നിവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നും യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് വാർണിംഗ് തരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ച് അത് സക്സസ് ആകുവാൻ നിങ്ങൾ തന്നെ എഫേർട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അതായത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ തന്നെ സാധ്യതയുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വാർണിംഗ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് അനുഗ്രഹമായിട്ടുള്ളത് രാധാദേവിയുടെ അനുഗ്രഹമാണ്. നിങ്ങൾ തമ്മിലുള്ള ലവ് അഫെയർ വളരെയധികം പവർഫുൾ ആണെന്നും ആ പവർഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല രീതിയിൽ വിശ്വസിക്കണമെന്നുമാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയം കവരുവാനുള്ള ശക്തി. ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അതിന് പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ്. 7 ഡേയ്സ് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് ബാച്ച്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 7 ചക്ര ഹീലിംഗ് കോഴ്സാണ്. ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുവാനും
അസുഖങ്ങളിൽ നിന്നും, നെഗറ്റീവ് എനർജിയിൽ നിന്നും, ബ്ലാക്ക് മാജിക്കിൽ നിന്നും നിങ്ങൾക്ക് സ്വയം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.